നല്ല പടമാണ്. ദുൽഖറെ ഇതിന് ഇതിനെക്കാട്ടും നല്ല സിനിമ നല്ല അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്യാരക്ടറാണ് ദുൽഖർ. പിന്നെ നായികയും സഹനായികയും എല്ലാവരും നല്ല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് നായികയാണോ രണ്ടാമത്തെ നായികയാണ് ഇഷ്ടമായത്? ഇതിൽ രണ്ട് നായികമാരുണ്ടല്ലോ. ലൈക്ക് നമ്മൾ പൊതുവെ ഒരു നായികനെ കണ്ടു, പക്ഷേ എങ്കിൽ പ്രൊമോഷനൊക്കെ ഒരു നായികനെ കണ്ടു. ഇപ്പോൾ രണ്ട് നായികമാരുണ്ട്. ലൈക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? നിങ്ങൾക്ക് ആരെയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ചോയ്സ് ഉണ്ടാവല്ലോ. രണ്ടാമത് അടിപൊളി. എനിവേസ് അടിപൊളി. സിനിമ എൻജോയ് ചെയ്തോ? ആണോ? ഓക്കെ. സംഗതി വേറെ ലെവലിലേക്ക് പോയി. സെക്കൻഡ് ഹാഫൊക്കെ അന്വേഷിച്ച് തോന്നിച്ചു. അതെന്താ പറയുക, ഭയങ്കര വേറെ ട്വിസ്റ്റൊക്കെ ആയിരുന്നു. ആ ട്വിസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് തോന്നും ഇതിനെ പണ്ട് വെറുതെ സാധനം. നായികയും നായിക എനിക്കൊന്ന് കഥ പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര നാലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ സംഗതി നമ്മൾ ആക്ച്വൽ നായികയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദുൽഖറിൻ്റെ നായിക ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരത്തിൽ പോർട്രേറ്റ് ചെയ്ത് കഥ പറയുന്നു. ഇപ്പം അഭിനയം ഉണ്ടോ ചോദിച്ചാൽ അതുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ അവർ കാണുന്നു. നല്ലൊരു പ്രശ്നമുണ്ട്. പിന്നെ ദുൽഖറിൻ്റെ പറഞ്ഞാൽ ഭയങ്കര തിയേറ്റർ വർദ്ധിച്ചു. അടുത്ത പ്രാവശ്യത്തെ ദുൽഖറിന് അവാർഡ് കിട്ടും. അവാർഡ് ഈ പടത്തിന് ചാൻസ് ഇല്ലാണ്ടില്ല. കിട്ടും. ദുൽഖറല്ലേ, സ്കോപ്പ് വേണ്ടേ? അത് മ്യൂസിക് ഒക്കെ എങ്ങനെയാണ്? മ്യൂസിക് ബാക്കി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ? മ്യൂസിക് നല്ല ബീജം, നല്ല പാട്ട്, അതിൻ്റെ ട്രാക്ക് കേട്ടപ്പോൾ നല്ല സംഗീതം. ദുൽഖറിൻ്റെ ഒരു പാട്ടിന് ഒരു ബേസ് ഉണ്ട്. നല്ലൊരിങ്ങനെ എല്ലാവരും നാലാൾക്കാർ അറിയുന്ന സാധനമാണ്. പിന്നെ മൂവി നല്ല എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ നല്ല കളർ ഗ്രേഡിംഗ് ആണ് ഇതിൻ്റെ മെയിൻ സാധനം. കാരണം പണ്ടത്തെ ഒരു 80s 90s അല്ലെങ്കിൽ 60s ആ സംഗതി കാണിക്കുന്നത് നല്ല രീതിയിൽ കാണും. അത് ദുൽഖറാണ്. പിന്നെ പറയാനില്ല, ആ ഒരു വലിയ ഓൾഡ് ഏജ് സ്റ്റാറോ ആ രീതിയിലല്ലേ പറയുന്നത്. അപ്പം അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. താങ്ക് യു.